അപ്പൊ നമ്മൾ ഇനി അടുത്ത ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബയോഡൈവേഴ്സിറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സിമ്പിൾ ആണ്. ഇപ്പൊ ഈ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എത്രേ ഉള്ളൂ, എത്രത്തോളം ഓർഗാനിസംസ്, അതായത് എത്രത്തോളം ഉണ്ട്, നമ്പറും അതുപോലെ ടൈപ്പിനെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ചുറ്റും ഇഷ്ടംപോലെ ഓർഗാനിസംസ് ഉണ്ടല്ലേ. അപ്പം സയന്റിസ്റ്റുകൾക്ക് എന്തൊരു ഇൻട്രസ്റ്റ് ആയി ഇതെല്ലാം നമ്മളൊന്ന് ക്ലാസിഫൈ ചിട്ടപ്പെടുത്തി എടുക്കണം. നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ, ഓരോ കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഓർഗനൈസ് ചെയ്യും. ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത്. ഓക്കെ, അപ്പൊ ഏകദേശം നമ്മളൊരു ഇത് ചെയ്തപ്പോ കിട്ടിയത് 1.7 to 1.8 മില്യൺ ആണ്. ഓക്കെ, ഇത് മാറിയിട്ടുണ്ട്. പണ്ടത്തെ ഡേറ്റാണ് പറയുന്നത് 1.7 to 1.8 മില്യൺ. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 1.25 മില്യൺ എന്താണ്, ആനിമൽസ് ആയിരുന്നു. അതുപോലെ തന്നെ 0.5 അത് കുറച്ചല്ലേ ഉള്ളൂ, അത് പ്ലാന്റ്സ് ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം 1.25 മില്യൺ എന്താണ്, ആനിമൽസും പിന്നെ 0.5 മില്യൺ പ്ലാന്റ്സും ആണ് വന്നിരുന്നത്. ഓക്കെ, ഇനിയാണ് നമ്മൾ വേറൊരു കാര്യത്തിലേക്ക് പഠിക്കാൻ പോവുക. അതിന്റെ പേരാണ് ടാക്സോണമി എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. അതിൽ ടാക്സോണമി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടറൈസേഷൻ, പിന്നെ ഐഡന്റിഫിക്കേഷൻ, അത് കഴിഞ്ഞിട്ട് ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ. എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ എടുത്ത് ഇനി വരുന്നുണ്ട്. ഓക്കെ, ഇത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യണത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു കാര്യം കിട്ടി, ഇപ്പൊ നമുക്ക് 2 ഐറ്റംസ് ഉണ്ട് വീട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും 2 കാര്യങ്ങൾ വാങ്ങിച്ചാൽ അവർ നമ്മളിങ്ങനെ റിലേറ്റഡ് ആവുന്ന കാര്യം നമ്മൾ നോക്കൂലേ, ഇത് തമ്മിൽ വല്ല ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് തമ്മിൽ ഇരിക്കുന്നതെന്ന് നമ്മൾ നോക്കും അല്ലെ, അതിന് ഒരു കണക്ഷൻ ഉണ്ടോ. ഈ കണക്ഷൻ ആണ് ബേസിക്കലി എന്ത്, ഈ ടാക്സോണമിയിൽ നമ്മൾ എയിം ചെയ്യുന്നത്, ഇത് എങ്ങനെയാണെന്നുള്ള രീതിയിൽ നോക്കുന്നു. ഓക്കെ, എന്താണ് ടാക്സോണമി? ടാക്സോണമി എന്ന് പറഞ്ഞിട്ടുള്ളൂ, നമ്മുടെ കയ്യിലുള്ള ഓർഗാനിസംസ്, അത് നമ്മൾ പഠിച്ചിട്ടുള്ള ഓർഗാനിസത്തിന് എന്ത് ഗ്രൂപ്പ് ആക്കി മാറ്റുക. അത് കുറച്ച് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് എന്തായിരിക്കും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഒരു ബേർഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാണാൻ പറ്റും, അതിന്റെ വിങ്സ് കാണാൻ പറ്റൂലേ, അതിന്റെ ഫെദർ ഉണ്ടാവും. പിന്നെ പൊതുവെ ബേർഡ്സ് ആർ ലൈറ്റ്, അത്ര വെയിറ്റ് ഹെവി ആയിരിക്കില്ല, എക്സ്പെഷ്യലി പറക്കുന്ന ബേർഡുകൾ. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു അനിമലുമായിട്ട്, ഇപ്പം നമ്മളിപ്പോ ഏതൊരു ലയണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താ വ്യത്യാസമില്ലേ? അവർക്ക് ഫെദർ ഉണ്ടോ? ഇല്ല. പിന്നെ അവർക്ക് വിങ് ഉണ്ടോ? ഇല്ല. അവർക്ക് വെയിറ്റ് എങ്ങനെയാണ്, കൂടുതലാണ്. ഇവിടാണ് എന്ത് പറഞ്ഞ പോലെ ഡിഫറൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇനി ഈ ബേർഡ് ഏത് ഗ്രൂപ്പിലാണ് വരുന്നത് നമ്മൾ ചെയ്യണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇത് പറഞ്ഞോട്ടെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ബേർഡിന് പേര് വിടുന്നത്. ഇതാണ് നോമൻക്ലേച്ചർ. ജസ്റ്റ് ബ്രീഫ് ആയിട്ട് പറഞ്ഞാട്ടോ, ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ഇതിൽ വരുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഐഡന്റിഫിക്കേഷൻ. അതായത് എന്താണ്, എങ്ങനെയാണ് ഇത് ഉള്ളത്, അതായത് ഏത് ഓർഗാനിസം ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. രണ്ടാമത്തെ കേസാണ് നോമൻക്ലേച്ചർ, അതായത് പേരിടൽ എന്ന് പറയുന്ന കാര്യം. മൂന്നാമത്തെയാണ് വരുന്നത് എന്ത്, ക്ലാസിഫിക്കേഷൻ. ഓക്കെ, പിടികിട്ടിയോ? അപ്പൊ എന്താ, ഐഡന്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ, ക്ലാസിഫിക്കേഷൻ. ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് കൂടെയാണ് നമ്മൾ പറയുന്നത് സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. സിസ്റ്റമാറ്റിക്സ് പേര് തന്നെ ഉണ്ട്, സിസ്റ്റമ എന്നുള്ള വാക്ക് എവിടെ നിന്നുള്ള ഒറിജിനാണ്, ലാറ്റിൻ ഒറിജിനാട്ടോ. ഏത് ലാറ്റിൻ ഒറിജിനിലാണ് വരുന്നത്. സിസ്റ്റമ എന്നുള്ളതിന്റെ അർത്ഥം സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ്, ചിട്ടയായിട്ടുള്ള നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്ന കാര്യം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവല്യൂഷണറി റിലേഷൻഷിപ്പുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതെന്താ, ഇതിന്റെ എവല്യൂഷനുമായിട്ടാണ് ഇത്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ 2 ഓർഗാനിസം എടുത്തു, ഓർഗാനിസം എ, ഓർഗാനിസം ബി. ഇവര് ജസ്റ്റ് 2 ഓർഗാനിസം ആയിട്ട് കൺസിഡർ ചെയ്യാത്തത്, ഇവര് 2 പേരും തമ്മിൽ എങ്ങനെ കണക്ഷൻ ഉണ്ടെന്നുള്ള കാര്യമാണ് സിസ്റ്റമാറ്റിക്സ്. ടാക്സോണമിക് ഉള്ളൂ, ജസ്റ്റ് ക്ലാസിഫിക്കേഷൻ മാത്രം പറയുമ്പോൾ സിസ്റ്റമാറ്റിക്സിൽ എന്താ, ഇവരെങ്ങനെ ഇന്റർ റിലേറ്റഡ് ആയിട്ട് അപ്പൊ കുറെ കൂടെ കോംപ്ലക്സ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ, അതാണ് കാര്യം. അതായത് ഇവരെന്ത് ചെയ്യും, കമ്പാരിറ്റീവും എവല്യൂഷണറി റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കും. കമ്പാരിറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളൂ, ഏത് പറഞ്ഞ ഓർഗാനിസത്തിനെ ബിയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും, എന്തൊക്കെ സിമിലാരിറ്റീസ് എന്തൊക്കെ ഡിസിമിലാരിറ്റീസ് എന്നുള്ള കാര്യം നമ്മൾ നോക്കും. ഓക്കെ, ഈ ബ്രാഞ്ച്, അതായത് ഈ പറഞ്ഞ സിസ്റ്റമാറ്റിക്സ് കൊണ്ടുവന്ന സയന്റിസ്റ്റ് ആണ് കാർലസ് ലിനേഴ്സസ്. അതായത് കാർലസ് ലിനേഴ്സസ് ആണ് സി ലിനേഴ്സസ് നമ്മൾ പറയും. അത് പബ്ലിഷ് ചെയ്തൊരു ബുക്ക് ഉണ്ട്. ആ ബുക്കിന്റെ ടൈറ്റിലിന്റെ പേരാണ് സിസ്റ്റമ നാച്ചുറൽ. ടൈറ്റിലിന്റെ പേര് സിസ്റ്റമ നാച്ചുറൽ. ഇത് ഓർത്ത് വെക്കണോട്ടാ, കാരണം നമ്മൾ ഇനി ഫർദർ പോകുമ്പോൾ കുറച്ച് അധികം ടൈറ്റിൽസിലേക്ക് വരുന്നതായിരിക്കും. അപ്പൊ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോയത്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എവല്യൂഷണറി റിലേഷൻഷിപ്സുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ബ്രാഞ്ചാണ്. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഫോർമാറ്റ് അല്ലെങ്കിൽ പ്രോസസ്സിന്റെ കാര്യം നമ്മൾ നോക്കാം. അപ്പൊ ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെയാണ് ക്യാരക്ടറൈസേഷൻ, രണ്ടാമത്തെ കാര്യമാണ് ഐഡന്റിഫിക്കേഷൻ, മൂന്നാമത്തെയാണ് ക്ലാസിഫിക്കേഷൻ, ആൻഡ് ഫോർത്ത് ആണ് എന്ത്, നോമൻക്ലേച്ചർ. ഓക്കെ,
ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇത് കൃത്യമായിട്ട് മനസ്സിലായാലേ അതിന്റെ പ്രോസസ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കും. ഓക്കെ, ഒന്നാമത്തെയാണ് ക്യാരക്ടറൈസേഷൻ. ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓർഗാനിസത്തിന്റെ എക്സ്റ്റേണലും ഇന്റേണൽ സ്ട്രക്ചറും പഠിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതിനാണ് ക്യാരക്ടറൈസേഷൻ. ഇത് മാത്രമല്ല കേട്ടോ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? സെൽ സ്ട്രക്ചർ പഠിക്കുന്നുണ്ട്. പിന്നെ ഡെവലപ്മെന്റൽ പ്രോസസ്, അതായത് അത് എംബ്രിയോ സ്റ്റേജിൽ നിന്ന് ഒരു അഡൽട്ടിലേക്ക് മാറുന്നതോ അല്ലെങ്കിൽ എക്സ് സ്റ്റേജിൽ നിന്ന് അഡൽട്ടിലേക്ക് മാറുന്നതോ നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെയാണ് ഇക്കോളജിക്കൽ ഇൻഫർമേഷൻ. ഒരു ഓർഗാനിസം, ഫോർ എക്സാമ്പിൾ മനുഷ്യൻ, നമ്മൾ ജസ്റ്റ് ജനിച്ച് വളർന്ന് മരിച്ചു പോകേണ്ട ആൾക്കാരാണ്. നമുക്ക് ഈ എക്കോളജിയിൽ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന എക്കോസിസ്റ്റത്തിൽ കുറച്ച് റോൾ ഉണ്ട്. അതിനെ നമ്മൾ നീച്ച് എന്നൊക്കെ വിളിക്കുന്നുള്ളൂ. ഓക്കെ, ഇത്രേ ഉള്ളൂ റോൾസ് ഓഫ് എൻ ഓർഗാനിസം ഇൻ എൻ എൻവയോൺമെന്റ്. അതിനാണ് നമ്മൾ എന്താ എക്കണോമിക്കൽ അല്ലെങ്കിൽ എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയായിരുന്നു? എക്സ്റ്റേണലും ഇന്റേണൽ സ്ട്രക്ചേഴ്സും, സ്ട്രക്ചർ ഓഫ് സെല്ല്, ഡെവലപ്മെന്റ് പ്രോസസ്സും, പിന്നെ എക്കോളജിക്കൽ ഇൻഫർമേഷൻ. ഇതിനെയൊക്കെ പഠിക്കുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഐഡന്റിഫിക്കേഷൻ. ഐഡന്റിഫിക്കേഷൻ ഇത്രേ ഉള്ളൂ. നമ്മൾ ആ ഓർഗാനിസത്തിനെ കണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് അത് നമ്മൾ കറക്റ്റ്ലി ഐഡന്റിഫൈ ചെയ്യണത്. വിങ്സ് ഉണ്ടോ, ഫെദർ ഉണ്ടോ, സ്കെയിൽസ് ആണോ, സ്കിന്ന് ഡ്രൈ ആണോ, വെറ്റ് ആണോ, ഇതൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് പറയുന്നത്? ക്ലാസിഫിക്കേഷൻ വരുന്നത്. ക്ലാസിഫിക്കേഷനിൽ ഇത്രയുള്ളൂ, സിമിലാരിറ്റി ഡിഫറൻസും വെച്ചിട്ട് ഇവരെ ഗ്രൂപ്പ് ആക്കാം. നേരത്തെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കി, ഇനി നമ്മൾ ഒരു ഗ്രൂപ്പ് ആക്കാൻ പോവാം, അത് ക്ലാസിഫൈ ചെയ്യാൻ പോവാം. ഓക്കെ, ഡ്രൈ സ്കിൻ ഉള്ള എല്ലാവരും റെപ്റ്റൈൽസ്, ഓക്കെ, വെറ്റ് സ്കിൻ ഉള്ളത് ആംഫീബിയൻസ്, ഇങ്ങനെ മാറ്റുന്നതിനാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ടാണ് എന്ത് പറയുന്നത്? ഓക്കെ, അതായത് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ടാക്സ എന്നുള്ള കാര്യത്തിലേക്ക് മാറുക. അതിന്റെ ടാക്സ എന്ന് പറഞ്ഞ ഇത്രേ ഉള്ളൂ, ഓരോ ഹൈറാർക്കി, ഇപ്പൊ നമ്മൾ ഹൈറാർക്കിന്റെ കേസ് വരുന്നുണ്ട്, ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അതിൽ ഓരോ റാങ്ക് അല്ലെങ്കിൽ ഓരോ ലെവലിന്റെ പേരാണ് എന്ത്? ടാക്സ എന്ന് പറയുന്നത്. ഓക്കെ, പ്ലൂറലാണ് ടാക്സ അല്ലെങ്കിൽ ടാക്സോൺ എന്ന് നമ്മൾ പറയാറുണ്ട് സിംഗുലർ ആയിട്ട്. ഓക്കെ, അപ്പൊ ടാക്സയിലേക്ക് നമ്മൾ മാറ്റുന്നതിനാണ് എന്ത്? ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അറ്റ് ലാസ്റ്റ് എന്താണ്? നോമൻക്ലേച്ചർ. ഓക്കെ, നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നമ്മളൊരു സ്റ്റാൻഡേർഡൈസ്ഡ് നെയിം കൊടുക്കണം. ഇത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ഇതിൽ നമ്മൾ പറയുന്നുണ്ട്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ ലോക്കലി കാണുന്ന ഒരു ഓർഗാനിസത്തിന് ഞാൻ ഒരു പേരിട്ടു, ഇഷ്ടമുള്ള ഒരു പേരിട്ടെന്ന് വിചാരിക്കാം. ഇത് ഞാൻ ഇന്റർനാഷണൽ ലെവലിൽ അവതരിപ്പിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവോ? ഇല്ല, കൺഫ്യൂഷൻസ് വരും. അപ്പൊ എന്ത് ചെയ്യണം? ലോകത്തിൽ മൊത്തം ഉപയോഗിക്കാൻ പറ്റുന്ന ഒറ്റ സിസ്റ്റം ഉണ്ടാക്കാം. അതാണ് നോമൻക്ലേച്ചർ. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത വീഡിയോ നോക്കുന്നതായിരിക്കും. അപ്പൊ നല്ലോണം പഠിക്കുക, കറക്റ്റ് ആയിട്ട് നമുക്ക് എൻട്രൻസ് ക്രാക്ക് ചെയ്യാം.